തുടർന്ന് ഡെലിവറൻസ് പ്രയറും വെഞ്ചരിപ്പ് ശുശ്രൂഷയുമാണ്. നമുക്ക് ആദരവോടെ ഇതിൽ പങ്കുചേരാം. നയിക്കുന്നത് ഷാലോൺ ടിവിയുടെ ചെയർമാൻ ഫാദർ ജോസഫ് വയലിൻ CMI. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. കണ്ണുകളടച്ച് കർത്താവായ യേശുവിനെ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. അങ്ങയെപ്പോലെ ശക്തനും പ്രാർത്ഥന കേൾക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ആത്മീകവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അവിടുത്തെ അത്യുന്നതമായ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും കീഴടങ്ങുകയും മുട്ടുകൾ മടക്കുകയും ചെയ്യുന്നവെന്ന് വിശ്വസിച്ചേറ്റ് പറയുന്നു. ആ നാമം വിളിച്ച് പത്രോസ് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ മുടന്തന് സൗഖ്യം കിട്ടിയത്. ആ നാമത്തിൽ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസികൾ കൂടിയിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങുകയും അവർ പരിശുദ്ധാത്മാവോട് നിറയുകയും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുകയും ചെയ്തുമല്ലോ. കർത്താവ് യേശുവേ, അന്ന് മുതൽ ഇപ്പോൾ വരെയും നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നു. നിന്റെ നാമത്തിൽ ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകളെയും സ്ഥാപനങ്ങളെയും എല്ലാം ഇപ്പോൾ അവിടുന്ന് രക്ഷിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി അവയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മന്ത്രവാദം കൂടോത്രം വഴി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സകല ദുശ്ശീലങ്ങളുടെയും കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ തഴക്ക ദോഷങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ മനോരോഗങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലെയുള്ള ശാപബന്ധനങ്ങൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക തകർച്ചകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ വഴക്കുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വെറുപ്പിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വാശി വൈരാഗ്യങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അഹങ്കാര ചിന്തകൾ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആത്മീയ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടുവാനുള്ള എല്ലാ തടസ്സങ്ങളും
പ്രതികൂല സാഹചര്യങ്ങളും നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണ്, നാഥനാണ്, ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ലെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഞങ്ങളങ്ങ് ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ, എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ, സാമ്പത്തിക തകർച്ചകളും കടബാധ്യതകളും ഒക്കെ പോകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പാപബന്ധനങ്ങളും ശാപബന്ധനങ്ങളും മറ്റെല്ലാ തിന്മയുടെ ശക്തികളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നസറായനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നസറായനായ യേശുവിന്റെ നാമത്തിൽ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ പൈശാചിക പീഡകൾ വിട്ടുപോകും, ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകും. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെ മേല് വിശുദ്ധ ജലം തളിക്കും. ഈശോയെ, ഈ വിശുദ്ധ ജലം വീഴുന്ന സമയത്ത് അത് നിന്റെ തിരുരക്തമായി മാറട്ടെ. ആ തിരുരക്തത്താൽ എന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ശത്രുവെ തകർക്കാൻ ശക്തി തരുന്നവൻ യേശു വല്ലഭൻ, വചനം അയച്ചു സൗഖ്യം തരുന്നവൻ യേശു വല്ലഭൻ. സർവശക്തൻ യേശുവിന്റെ മക്കൾ നമ്മൾ ശത്രുകാലിൻ കീഴിലല്ലോ. കരങ്ങൾ വെച്ച് പാടാം. സർവശക്തൻ യേശുവിന്റെ മക്കൾ നമ്മൾ ശത്രുകാലിൻ കീഴിലല്ലോ. രോഗം, ദാരിദ്ര്യം, ചിന്താകുലങ്ങളുമെല്ലാം തോറ്റുപോ. രോഗം, ദാരിദ്ര്യം, ചിന്താകുലങ്ങളുമെല്ലാം തോറ്റുപോ. പാടിസ്തുതിച്ചിടാം, വാഴ്ത്തിപ്പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആഘോഷിക്കാം. പാടിസ്തുതിച്ചിടാം, വാഴ്ത്തിപ്പുകഴ്ത്തിടാം, ഉല്ലാസത്തോടെ നാം ആഘോഷിക്കാം. യേശു നല്ലവൻ, യേശു വല്ലഭൻ, സർവവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. യേശു നല്ലവൻ, യേശു വല്ലഭൻ, സർവവല്ലഭൻ. കണ്ണുനീർ മാറ്റി സന്തോഷം തന്ന യേശു നല്ലവൻ. കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു വല്ലഭൻ. ദുഃഖത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ. കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു വല്ലഭൻ. ദുഃഖത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ. സർവശക്തൻ യേശുവിന്റെ മക്കൾ നമ്മൾ ഇല്ല, ഇനി ഭയപ്പെടില്ല. 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 ശക്തനാക്കുന്നവൻ മുഖ
മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. ശക്തനാക്കുന്നവൻ മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. സർവശക്തൻ യേശുവിൻ്റെ മക്കൾ നമ്മളില്ല, ഇനി ഭയപ്പെടില്ല. സർവശക്തൻ യേശുവിൻ്റെ മക്കൾ നമ്മൾ ഇല്ല, ഇനി ഭയപ്പെടില്ല. കരങ്ങൾ തിരിച്ചു പാടുന്നു. സർവശക്തൻ യേശുവിൻ്റെ മക്കൾ നമ്മൾ ഇല്ല, ഇനി ഭയപ്പെടില്ല. സർവശക്തൻ യേശുവിൻ്റെ മക്കൾ നമ്മളില്ല, ഇനി ഭയപ്പെടില്ല. ശക്തനാക്കുന്നവൻ ശക്തനാക്കുന്നവൻ മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. ശക്തനാക്കുന്നവൻ മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരുന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹൃദയം കൊടുത്ത് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ സങ്കീർത്തനങ്ങൾ 34:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വരൂ എന്നോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്ക് ഒരുമിച്ച് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന നിമിഷങ്ങളാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവെ, അങ്ങയോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തന വചനം പ്രകാരം പറയുന്നു, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്? സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയാണ് ഞാൻ തേടുന്നത്? എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ ഓഹരി. ഹല്ലേലൂയ. 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 വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവിടെ നമുക്ക് മറ്റൊന്നും നോക്കാനില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളോ വേദനകളോ സന്തോഷങ്ങളോ പരാജയങ്ങളോ നേട്ടങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ,
സങ്കീർത്തകൻ പറയുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരു രോഗത്തിൻ്റെ അവസ്ഥ ചിലപ്പോൾ നമ്മെ കാർന്നു തിന്നുന്നുണ്ടാകും. കടബാധ്യതകൾ നമ്മുടെ ഭവനത്തെ ഇപ്പോൾ മുക്കിക്കളയുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോവുക. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ, അവരുടെ ഭാവി ജീവിതം, ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതിനെല്ലാം ഉപരിയാണ് നമ്മുടെ ദൈവം. ഈ പ്രശ്നങ്ങളും ഈ വേദനകളും ഈ രോഗങ്ങളും ഈ അസ്വസ്ഥതകളുമൊക്കെ ഉള്ളപ്പോഴും, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിക്കുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. സങ്കീർത്തകൻ പറയുക, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ ഓഹരി. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ ഇരിക്കുന്നവരും ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കുടുംബങ്ങളിലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കാം. ഈ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോ പറഞ്ഞു, ഞാൻ നൽകുന്ന സമാധാനം അത് ആർക്കും ഒരിക്കലും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ലോകത്തിന് ഒരിക്കലും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. അത് നിത്യമായ സമാധാനമാണ്. ആർക്കും അത് നിങ്ങളിൽ നിന്നും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുമ്പോഴും, കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോഴും, കുടുംബ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും, കർത്താവ് നമ്മെ സന്ദർശിക്കുമ്പോൾ ദൈവം തരുന്ന അലൗകികമായ ആനന്ദം, ആ ആനന്ദം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയും. ആ ആനന്ദം കൊണ്ട് നമ്മുടെ കുടുംബം നിറയും. ആ ആനന്ദം കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നിറയും. ആ ആനന്ദം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ കടന്നു വരും. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, ദൈവമേ, അങ്ങയോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം, മറ്റൊന്നുമല്ല. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ആനന്ദകരമായ നിമിഷമാണ് എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയം. ഈ ആരാധനയിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, നാം ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവിന്റെ വലിയ കൃപയൊഴുകും. നമുക്ക് വിശ്വസിക്കാം. വലതുകരം ഉയർത്തി ഒരിക്കൽ കൂടി പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ ജീവനോട് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ശാന്തമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നുണ്ട്, അവിടുത്തെ അങ്ങയിലാണ് എൻ്റെ സന്തോഷം, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ വഴി നടത്തുന്നു. ഒരുപാട് നഷ്ടങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതം, അതാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതാണ് കർത്താവ് നമുക്ക് തരുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സമ്പത്തിനും ഒരു സ്ഥാനമാനങ്ങൾക്കും ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിനും നമുക്ക് നൽകാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായ, ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ പറ്റാത്ത വലിയ സമാധാനം, വലിയ സന്തോഷം, അത് നമ്മുടെ ജീവിതത്തിൽ നിറയും. കരങ്ങളൊന്ന് ഉയർത്താമോ? കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഹൃദയം ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. ഈശോയെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, മനസ്സും എല്ലാം നമ്മൾ കർത്താവിന് കൊടുക്കുക. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തി, അവൻ തൻ്റെ ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായിട്ടും കൊടുക്കും. അവന് പിടിച്ചു വയ്ക്കുവാനായിട്ടൊന്നുമില്ല. അവൻ്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരും. അവൻ്റെ അധരങ്ങൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്, വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം,
നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. 95-ാം സങ്കീർത്തനത്തിന് 1-ാം വചനം. അതോടൊപ്പം തന്നെ ഉടനീളം നമ്മൾ വായിക്കുന്ന, നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിനെന്ന്. നമുക്കും നമ്മുടെ കരങ്ങള്, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് അവനോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. അവനോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ ജീവിത പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് അവിടുന്ന്. എൻ്റെ കടബാധ്യതകളെക്കാൾ വലിയവനാണ് അവിടുന്ന്. എൻ്റെ രോഗപീഠകളെക്കാൾ വലിയവനാണ് അവിടുന്ന്. ഞാൻ എൻ്റെ രോഗത്തെ ഓർത്ത്, ഞാൻ എൻ്റെ കടബാധ്യതകളെ ഓർത്ത് ഇനി നിരാശപ്പെടുകയില്ല, ഇനി ദുഃഖിച്ച് ഞാൻ കരയുകയില്ല. മറിച്ച് എൻ്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ പാടി ഒന്ന് സ്തുതിച്ചേ, ഒന്ന് ആരാധിച്ചേ, മാലാഖമാരോട് ചേർന്ന് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രമാത്രം ശബ്ദം നിങ്ങൾക്കുണ്ടോ അത്രയും ശബ്ദത്തോടെ ഒരു ദൈവത്തെ സ്തുതിക്കുക, ഉച്ചത്തിൽ പാടി ആരാധിക്കുക. ഈ ആരാധനയിലൂടെ കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ സ്നേഹം ചാലുകീറി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകും. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഭാഷാവർത്തിൽ സ്തുതിക്കാം, ഭാഷാവർത്തിൽ സ്തുതിക്കാം. മാലാഖമാരോട് ചേർന്ന്, സ്വർഗ്ഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ 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 ഈശോയേ. ഹല 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 ഹല. പരിധികളില്ലാതെ സ്തുതിക്കാം, അളവുകളില്ലാതെ സ്തുതിക്കാം. ഹല 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 ഹല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ ഈശോ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയേറിയ അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യദായകമായ അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല 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 ഹല. പിശാച് ഭയപ്പെടുന്ന, തിന്മ ഭയപ്പെടുന്ന അവിടുത്തെ നാമം വിളിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ ആരാധ്യനേ, കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധ്യനേ, പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ ആരാധ്യനേ, ഓ എൻ്റെ ഈശോയേ. യേശുവേ ആരാധ്യനേ. സ്തോത്രം. ആരാധിക്കാം നമുക്ക്. യേശുവിനെ കണ്ടുകൊണ്ടൊന്ന് ആരാധിക്കാമോ? 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങിയ കർത്താവ്, അവൻ ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞ ആ വചനം, ആ വാഗ്ദാന വചനം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഇമ്മാനുവലാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. ആ ഈശോയെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒന്ന് പാടി ആരാധിക്കാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഹൃദയം കൊടുത്തു പാടാം. അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, യേശുവേ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ. ഈശോയോട് പറയാം, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ കരങ്ങളുയർത്തി ആരാധ്യനേ, ഹൃദയമുയർത്തി ആരാധിക്കാം. യേശുവേ ആരാധ്യനേ, കുടുംബങ്ങളെ സമർപ്പിച്ച് ആരാധിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവിനെ വിളിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവേ സ്നേഹത്തോടെ വിളിക്കാം. ഓ യേശുവേ, യേശുവേ ആരാധ്യനേ,
യേശുവേ, യേശുവേ. ഈശോയെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപത്തിൽ സ്തുതിച്ച് ഈശോയുടെ സാന്നിധ്യം ഹൃദയത്തിൽ നിറയട്ടെ. ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ ഒന്ന് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഹാല 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 ഹാല. ലോകം തരുന്ന സന്തോഷം പോലെയല്ല ഈശോ തരുന്ന സന്തോഷം, ഈശോ തരുന്ന സ്നേഹം. അതാർക്കും നിന്നിൽ നിന്നും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. അവനെ ആരാധിക്കാം, ആ സർവശക്തനെ ആരാധിക്കാം. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ നിന്നെ അന്ത്യത്തോളം എത്തിക്കും, വിജയത്തിലെത്തിക്കും. നിന്റെ ജീവിതത്തെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഹാല 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 ഹാല. ഹൃദയം കൊടുത്ത് ആരാധിക്കാം ഈശോയെ, ജീവിതം കൊടുത്ത് ആരാധിക്കാം ഈശോയെ. യേശുവേ, ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, Oh, thank you, Jesus. എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, ചേർന്ന് പാടാം. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, ഈശോട് പറഞ്ഞേ, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കാ മരിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. Oh, thank you, Jesus. എനിക്കായി മരിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ കരങ്ങളുയർത്തി ആരാധ്യനേ, ഈശോയെ കണ്ടുകൊണ്ട്. യേശുവേ ആരാധ്യനേ, ഓ കർത്താവേ, യേശുവേ ഹൃദയങ്ങളും ഉയരട്ടെ, ആരാധ്യനേ, കരങ്ങളും ഉയരട്ടെ. യേശുവേ ആരാധ്യനേ, സർവശക്തിയോടെ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. നിലവിളിക്കുന്നവന്റെ നിലവിളി അവന്റെ കാതുകളിലെത്തും. അത് അവന്റെ നടത്തത്തെ നിർത്തും. ബർദിമേയൂസ് എന്ന അന്ധയാചകൻ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് വിളിച്ചു. ചുറ്റുമുള്ളവർ അവനെ തടഞ്ഞു നിർത്തി വഴക്കു പറഞ്ഞു. എന്നാൽ ഈശോ തൻ്റെ നടത്തം അവനവിടെ നിർത്തി. അവനെ വിളിക്കാൻ പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിളിക്കുന്ന, യേശുവിന്റെ മുമ്പിൽ കരയുന്ന, യേശുവിന്റെ മുമ്പിൽ ശരണപ്പെടുന്ന, യേശുവേ എന്ന് ചങ്ക് തകർന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെയും വിളി കർത്താവ് ഒരിക്കലും നിഷേധിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. ഇന്നോളം അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും അവന് തള്ളിക്കളയുവാൻ സാധിക്കുകയുമില്ല. അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാ, അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാ. അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം, ഈശോയ്ക്ക് കൊടുക്കാം. വാക്കുമാറാത്തവൻ. ലോകം ഒരുപക്ഷെ പലതരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ പാലിക്കുകയില്ല. ലോകം ഒരുപക്ഷെ നമ്മളെ തള്ളിക്കളഞ്ഞെന്നിരിക്കും, നമുക്ക് അംഗീകാരം കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഈശോ, ഈശോ അവൻ വാക്കുമാറാത്തവനാ. അവന്റെ സന്നിധിയിലേക്ക് ഒന്നും നോക്കാതെ കണ്ണുമടച്ച് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. അതെ, നമുക്ക് വിട്ടുകൊടുക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ മുൻപിൽ, യേശുവിന്റെ മുൻപിൽ നിന്റെ നിലവിളിക്ക് വിലയുണ്ട്, നിന്റെ കണ്ണുനീരിന് വിലയുണ്ട്, നിന്റെ ഗദ്ഗതങ്ങൾക്ക് വിലയുണ്ട്. ഓ ഈശോ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങയെ ആരാധിക്കുന്നു എന്ന് വീണ്ടും നമുക്ക് ഈശോയുടെ ഏറ്റുപറയാം. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ്റെ ഈശോ, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, നല്ല കർത്താവേ,
ഈശോയുടെ കരുണ എൻ നേർച്ചയും കാഴ്ചയാലുമല്ലോ കൃപയാ രക്ഷിച്ചതില്ല ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. ഈശോയെ കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. കരങ്ങൾ ഉയർത്തി ആരാധിക്കാമോ? യേശുവേ ഈശോയുടെ കരുണ കണ്ട് ആരാധ്യനേ, കരങ്ങൾ പൂർണ്ണമായും ഉയർത്തുക. യേശുവേ ഈശോയെ ആരാധിക്കുക. ആരാധ്യനേ, എല്ലാറ്റിനും ഉപരിയായി യേശുവേ ആരാധ്യനേ, ജീവിക്കുന്ന ദൈവത്തെ യേശുവേ ആരാധ്യനേ, യേശുവേ ചേർന്ന് വിളിക്കാം, ശക്തിയോടെ വിളിക്കാം. യേശുവേ ആരാധ്യനേ, ബർത്തിമേയുസ് വിളിച്ചതുപോലെ വിളിക്കാം. യേശുവേ ആരാധ്യനേ, വിശ്വാസത്തോടെ വിളിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവേ കണ്ണുകളടച്ച് ഈശോയെ ആരാധ്യനേ, കണ്ടുകൊണ്ട് ആരാധിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ 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 യേശുവേ, യേശുവേ, ആരാധ്യനേ, യേശുവേ, യേശുവേ. ഓ യേശുവേ ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോയെ. യേശുവേ ആരാധ്യനേ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ ആരാധ്യനേ. യേശുവേ, നന്ദി. യേശുവേ, 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 യേശുവേ. ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്, അവൻ വലിയവനാണ്, അവൻ ആരെക്കാളും അധികമായി നമ്മെ സ്നേഹിക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്, അവൻ സർവശക്തനാണ്. നമുക്കത് വിശ്വസിക്കാം, നമുക്കത് വിശ്വസിക്കാം. അവൻ സർവശക്തനാണ്, അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. നമുക്ക് വീണ്ടും കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസാധ്യതകളുടെ മുൻപിലായിരിക്കും നാം ഇപ്പോൾ നിൽക്കുക, ഒരുപാട് പ്രശ്നങ്ങളുടെ മുൻപിലായിരിക്കും നാം ഇപ്പോൾ നിൽക്കുക. എന്നാൽ ഈ സായാഹ്നത്തിൽ കർത്താവ് നിന്നോട് പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്, അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. അതെ, ഇസ്രായേൽ ജനത്തിന് മുൻപിൽ ചെങ്കടൽ പകുത്തവൻ, ചെങ്കടലിലൂടെ വഴി തുറന്നവൻ, ജോർദാൻ നദിയിലൂടെ അവരെ നയിച്ചവൻ, അവൻ ഇന്ന് നിനക്ക് സമീപസ്ഥനാണ്. അവൻ ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്, അവൻ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരികയാണ്, അവൻ ഇന്ന് നിന്റെ പരാജയത്തിലേക്ക് കടന്നു വരികയാണ്. അവനെ നീ വിളിച്ചാൽ
അവനെ നീ ആരാധിച്ചാൽ, ഹല്ലേലൂയ. അവന് വേണ്ടി നിന്റെ ജീവിതം വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റി എഴുതും. നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റി എഴുതും. ലോകം ഒരുപക്ഷെ നിന്നോട് പറയും, ഒന്നിനും കൊള്ളാത്ത വ്യക്തി, ഒരു ഉപകാരവും ഇല്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, ജ്ഞാനമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, പണമില്ലാത്തവൻ. എന്നാൽ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടുത്തെ മുൻപിൽ നീ വിലയുള്ളവനായിട്ട് തീരും. ഹല്ലേലൂയ. അവിടുത്തെ മുൻപിൽ നീ വിജയിയായിട്ട് തീരും. അവിടുത്തെ മുൻപിൽ നീ ലോകത്തെ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് തീരും. നിന്റെ ജീവിതം മാറ്റി എഴുതപ്പെടും. നിന്റെ ജീവിതം മാറ്റി എഴുതപ്പെടും. നിന്റെ ഭാവി മാറ്റി എഴുതപ്പെടും. നിന്റെ കുടുംബത്തിന്റെ ഭാവി മാറ്റി എഴുതപ്പെടും. നിന്റെ മക്കളുടെ ഭാവി മാറ്റി എഴുതപ്പെടും. വിശ്വസിക്കാൻ നമുക്ക് വിശ്വാസത്തോടെ വീണ്ടും കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ദൈവത്തെ ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. എന്റെ ദൈവം സർവശക്തനാണ്. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. നിന്റെ രോഗത്തെ സുഖപ്പെടുത്തുവാൻ, നിന്റെ തകർന്ന ജീവിതത്തെ, തകർന്ന കുടുംബത്തെ കർത്താവിന് പുനരുദ്ധരിക്കുവാൻ സാധിക്കും. അവിടുത്തേക്ക് ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിക്ക്, ഹൃദയം ഉയർത്തിക്ക്. അവൻ ഇവിടെയുണ്ട്. അവൻ നിന്റെ അരികിലുണ്ട്. അവൻ നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അവൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. Shalom Yehovah. കർത്താവേ, സ്തോത്രം, സ്തോത്രം. എന്റെ സമാധാനം സ്തോത്രം, സ്തോത്രം. നിസ്സി യഹോവ. എന്റെ ജയക്കൊടിയ നിന്റെ ജീവിതത്തെ തീരത്തെത്തിക്കും. ഈ ദൈവം എന്റെ ദൈവം വിശ്വാസത്തോടെ എൻ പിതാവല്ലോ എന്താനന്ദം. ഹൃദയത്തിൽ ഏറ്റുപറയാം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ, അതിലുപരി വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോടെ നമുക്ക് പാടാം. നമുക്ക് പാടാം. എന്റെ ജീവിതത്തെ തീരത്തെത്തിക്കുവാൻ കഴിവുള്ള എന്റെ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തോടെ, ആ ഒരു അഭിമാനത്തോടെ, പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ പാടി ആരാധിക്കാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഹല്ലേലൂയ. ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. ചേർന്ന് പാടാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, സന്തോഷത്തോടെ പാടാം. ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, സന്തോഷത്തോടെ. ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തൊക്കെ ഒന്ന് നോക്കി സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്കൊന്ന് ആരാധിക്കാം. മുഖത്തൊക്കെ ഒരു സന്തോഷം വരട്ടെ. ദൈവാരാധന ദൈവമക്കളുടെ അവകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ ഒന്ന് ആരാധിച്ചേ. എന്നെ സൗഖ്യമാക്കും. എന്നെ സൗഖ്യമാക്കും. എങ്ങും അവനുണ്ട്.
പിതാവല്ലോ എന്താണ് സന്തോഷത്തോടെ ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, സന്തോഷത്തോടെ ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം യഹോവ എന്റെ സമാധാനം. ശാലോം ശാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയ. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയ. ഓ ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ആമേൻ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായൊന്നുമില്ല. 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 യേശുവേ. യേശുവേ, ഇരുകരങ്ങളും ഉയർത്തി ആരാധിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തിയോടെ ആരാധിക്കാം, സർവശക്തനെ ആരാധിക്കാം. ഹല, 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 ഹല. ഓ ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ ഭയപ്പെടുന്നവരും മറ്റ് ദാസരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും ഒരുമിച്ച് സമത്തെ ആരാധിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് പുസ്തകം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപരത്തിൽ ആരാധിക്കാം, ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. മാലാഖമാരോടും സ്വർഗീയ വിശുദ്ധരോടും ദൂതഗണങ്ങളോടും ചേർന്ന് ആരാധിക്കാം. സങ്കീർത്തകൻ പറഞ്ഞു, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഓ എന്റെ ഈശോയെ, അങ്ങ് മാത്രമാണ് എനിക്കുള്ളത്. ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയാണ് തേടുക? ഞാൻ ആരെയാണ് അന്വേഷിക്കുക? ഈശോ, അങ്ങയുടെ സർവ്വസ്വവും. ഈശോ, അങ്ങ് മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ ഒരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ നമുക്ക് ഈശോയ്ക്ക് ആരാധന അർപ്പിക്കാം. ഈശോ, നീ എനിക്ക് മതിയായവൻ. ഈശോ, നീ എനിക്ക് എൻ്റെ സർവസ്വവും. ഈശോ, നീയാണ് എൻ്റെ അഭയ കേന്ദ്രം. നീയാണ് എൻ്റെ സർവസ്വവും. ഏറ്റുപറഞ്ഞ് നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ ആരാധിക്കാം.